അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത് ഗൈസ്. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിങ്ങനെ ഇടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി എല്ലാം എനിക്ക് ഒന്നൊന്ന് തുടങ്ങണം. കാരണം ഇത്രയും നാൾ നിന്നിട്ട് ഇപ്പോൾ കറി വെക്കാൻ പോലും ഞാൻ മറന്നു പോയിടുങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലത്തേ കാല് വെച്ചിട്ട് കയറണമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ആദർശേൻ്റെ അടുത്ത് എന്തോ സംസാരിച്ചിട്ട് ഞാൻ നേരെ കയറുന്നത് ഇടത്തേ കാല് വെച്ചിട്ടാണ്. അപ്പം തന്നെ ഞങ്ങളുടെ അടി സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ആദർശേൻ്റെ അപ്പം തന്നെ നല്ല ദേഷ്യം വന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒക്കെ മിണ്ടാതെ നിന്ന് പിന്നെ പെട്ടെന്ന് സെറ്റാവും കേട്ടോ. കണ്ടോ ഞാൻ നല്ല പോലെ ഞാൻ ഇടത്തേ കാല് വെച്ച് അപ്പം തന്നെ എനിക്ക് നല്ല ചീത്തയും കേട്ടിട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ മോളിക്ക് കയറി കഴിഞ്ഞു വെച്ചാൽ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു നേരെ ഇരിക്കാൻ ഒരു സമയം കിട്ടത്തേ ഇല്ല. കാരണം അമ്മാതിരിയായിട്ടാണ് റൂം കൊടുക്കണം. അമ്മ അടിച്ചോരി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2-3 ദിവസം മുന്നേക്കായിരുന്നു. എന്നാലും നിറച്ച് നമ്മൾ വാതിൽ അടച്ചിട്ടുണ്ടല്ലേ, നിറച്ച് പൊടിയും ഇതും കരടൊക്കെ ആയിട്ട് ആകെ ഇതായിട്ട് കിടക്കുന്നുണ്ടായിരുന്നേ. പിന്നെ മാറാലൊക്കെ പിടിച്ച് ആകെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ എവിടെ ഇരുന്നില്ല, നേരെ റൂമിൽ കയറി ക്ലീനിങ് തുടങ്ങി. മാറാല തട്ടലും ബെഡ്ഷീറ്റ് മാറ്റലും പിന്നെ നിറച്ച് പൊടിയായിരുന്നു. കാരണം ഇങ്ങനെ എൻ്റെ സംഭവങ്ങളൊക്കെ വെക്കണോടത്തൊക്കെ പൊടി, ജനലേമ പൊടി. അപ്പോൾ ഇതൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നമ്മളേക്ക് മടിയാവും. പിന്നെ അത് വീണ്ടും ഇരട്ടി പണി. ഇതിപ്പോൾ കൈയോടെ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അങ്ങനെ കഴിഞ്ഞു. ഞാൻ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ആദർശേൻ്റെ അടുത്തൊന്ന് കത്തിക്കാൻ കൊടുത്ത വേസ്റ്റാണ്. അത് അതേപടി എനിക്ക് വേണ്ടി അവിടെ എടുത്ത് വെച്ചതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് കത്തിക്കണം. പിന്നെ ബാൽക്കണിയിൽ പോയി നോക്കി പിന്നെ ഒന്നും കാണണ്ട ഗൈസ്. സാമിയുടെ മൂത്രവും അങ്ങനെ ആകെ വൃത്തികേടായിട്ടോ കിടക്കുന്നത്. പക്ഷേ അത് ഞാൻ വൃത്തിയാക്കില്ല, ആദർശേടൻ തന്നെ വൃത്തിയാക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ തുടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. നിറച്ച് കറിയും ഇതൊക്കെ ആയിട്ട് ആകെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ വേഗം ഉരച്ച് തുടച്ചു. എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്കാണ് ബാത്റൂം കഴുകാനുള്ളത്. ആദർശേട്ടൻ ബാത്റൂം കഴുകി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് നോക്കുക ഗൈസ്, ആകെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണ്ടേ. അങ്ങനെ ബാത്റൂമൊക്കെ കഴുകി. പിന്നെ റൂമിലൊരു വൃത്തിയായിട്ട മണം ഉണ്ടായിരുന്നു. ഇങ്ങനെ അടച്ചിട്ടിട്ട് പിന്നെ അതൊക്കെ സ്പ്രേ ഒക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു. പിന്നെ നേരെ കുളിക്കാൻ പോകണം. കുളിക്കാൻ പോകുമ്പോഴാണ് എനിക്ക് ബാത്റൂം കഴുകേണ്ടത്. ഇനിയിപ്പോൾ ഒരു വലിയ യുദ്ധമാണ്. അങ്ങനെ ഞാൻ കുളിച്ച് കഴിയുമ്പോഴേക്കും ആദർശേട്ടൻ വന്ന് വിളിക്കേണ്ടത് ദൃശ്യിച്ചൊക്കെ എത്തി അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മയ്ക്കും ആദർശേനും കൂടി വേറൊരു കല്യാണം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങോട്ടൊക്കെ പോയി വന്നു. അതിന് ശേഷം ഒരു 10:30 ആകുമ്പോൾ ഞങ്ങൾ കിടക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് മരുന്നൊക്കെ കുടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ കുടിച്ച് കയ്യും കാലൊക്കെ വീണ്ടും തേച്ച് കഴുകി. അപ്പോൾ ഇനി നന്നായിട്ട് ഉറങ്ങണം. ഉറങ്ങാൻ കിടന്നതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ഞാൻ ഇവിടെ എത്തി കഴിച്ച് അലാറം വയ്ക്കണത്. അങ്ങനെ വേഗം അലാറമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.